കർഷകന്റെ കടയുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സാദര നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് മറ്റൊരു കർഷകനെ പരിചയപ്പെടുത്താനാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത്. ബ്ലാത്താങ്കര ചീര എല്ലാവരും കേട്ട് കാണും. വളരെ പ്രശസ്തമായൊരു ചീരയാണ്, വളരെ ഗുണപ്രദമായ ഒരു ചീരയാണ്. അത് തിരുവനന്തപുരത്ത് ബ്ലാത്താങ്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് കൃഷി ചെയ്ത് വികസിപ്പിച്ചെടുത്തത്. എന്നാൽ ബ്ലാത്താങ്കര ചീര ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നു, വിളവെടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുല്ലാട് ദേശത്ത് ഒരു കർഷകൻ, സ്നേഹം നിറഞ്ഞ ആത്മാർത്ഥതയുള്ള ഒരു കർഷകൻ കൃഷി ചെയ്ത് അത് വിളവെടുപ്പിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ആ കർഷകന്റെ വിശേഷവുമായി മുന്നോട്ട് തുടങ്ങാം. അജയൻ ചായ, നമസ്കാരം. നമസ്കാരം. ബ്ലാത്താങ്കര ചീര പുല്ലാട് മണ്ണിൽ കിളിർത്തല്ലേ? ഇതിന്റെ വിളവെടുപ്പായോ? ആയല്ലേ? അജയൻ ചായനെ ഒന്ന് പരിചയപ്പെടുത്താവോ? പേര്, അഡ്രസ്സ്, പിന്നെ അതുപോലെ എന്ത് ചെയ്യുന്ന പ്രൊഫഷൻ എന്താണ് എന്നൊന്ന് പറയാമോ? അല്ല, കുഴപ്പമില്ല. കൃഷി എന്താണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞോളൂ. പേര്? എൻ്റെ പേര് അച്ചൻകുഞ്ഞ്. അച്ചൻകുഞ്ഞ്. മണ്ണിൽ ആത്മാവ് ജംഗ്ഷൻ. നേരത്തെ എന്താ വർക്ക്? ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ആണ് എൻ്റെ ജോലി. വർഷങ്ങളായിട്ട് അത് ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട്. എന്നാലും പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വളരെ വർഷക്കാലമായിട്ട് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നയാളാണ്. ഇപ്പോഴും വർക്കുണ്ടോ? പണിയെടുക്കുന്നുണ്ട്. അപ്പൊ ഈ കൃഷിക്ക് എപ്പോഴാ സമയം കണ്ടെത്തുന്നത്? ഇടയ്ക്ക് വിടുന്ന സമയങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു നിമിഷം പോലും വെറുതെ കളയില്ല അല്ലേ? മെയിനായിട്ട് നമ്മൾ കപ്പ വാഴ അതാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടൊക്കെയാണ് കൃഷി? ഇപ്പോൾ 2 ഏക്കർ, എല്ലാം കൂടെ ടോട്ടൽ ഒരു 4 ഏക്കർ കപ്പയും വാഴയുമായിട്ട് വെച്ചിട്ടുണ്ട്. കപ്പ പറിക്കാറായി 1000 മൂട് കപ്പ പറിക്കാറായിട്ടുണ്ട്. 1000 മൂട് കപ്പ പറിക്കാറായി. പുല്ലാടൻ കപ്പ. ഇതിപ്പോ എങ്ങനെ, ഏത് വിപണി വഴിയാ അത് സെയിൽ നടത്തുന്നത്? സൈറ്റിൽ തന്നെ കൊടുക്കുകയാണ് പതിവ്. സൈറ്റിൽ കൊടുക്കുകയാണ്. നമുക്കിവിടെ വേണമെങ്കിൽ നമ്മുടെ ഈ റോഡിൽ വെച്ചാൽ നല്ല രീതിയിൽ വിറ്റ് തീർക്കാം. എന്നാലും ഈ ചില സാഹചര്യം കൊണ്ട് അല്ലേ? പറ്റുന്നില്ല. ഓക്കെ. പിന്നെ അപ്പൊ ഇതിനിടയ്ക്ക് ജോലിക്ക് പോകുന്നുണ്ട്. അച്ചമൻചാൻ ഇറങ്ങി വർക്ക് ചെയ്യുമോ? ഇല്ല, നമ്മൾ കുറച്ചൊക്കെ വെള്ളം ഒഴിക്കുന്നു. നമുക്ക് ചെറിയ പണിയൊക്കെ. പിന്നെ ജോലിക്കാരുണ്ട്. മോനും കൂടാണ് കൂടുതലും. നമ്മൾ ഇതിന് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് ഈ കൃഷി എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട്? ആത്മാർത്ഥമായിട്ട് ഇറങ്ങുന്നതുകൊണ്ട് ഇതുവരെയും പരാജയപ്പെട്ടിട്ടില്ല. ഈ ബ്ലാത്താങ്കര ചീര എവിടെ നിന്ന് കിട്ടിയതാണ്? ഓൺലൈനിൽ വരുത്തിയതാണ്. നമ്മുടെ കർഷകന്റെ കടയിലും ഉണ്ട്. വളങ്ങളെല്ലാം ശേഖരിക്കുന്നത് അല്ല? ആണോ? നമ്മുടെ കടയിൽ നിന്ന് മേടിച്ചാണ്. കുഴപ്പമില്ല, എവിടുന്ന് മേടിച്ചാലും കുഴപ്പമില്ല. ബ്ലാത്താങ്കര ചീര പുല്ലാട് മണ്ണിൽ കിളിർത്തത് അത് എവിടുന്ന് വാങ്ങിയാലും സന്തോഷമേ ഉള്ളൂ. ഇടവേള കൃഷിയായിട്ടാണ്. പറിക്കാറായിട്ടുണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുമല്ലോ. അപ്പൊ അച്ചകുഞ്ചാന്റെ നമ്പർ എനിക്കൊന്ന് പറയൂ. 97 45 811892 ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പം ഞാൻ ഇതിൻ്റെ കൂടൊപ്പം തന്നെ നമ്പരും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ള കൃഷികളൊക്കെ എവിടെയാണ്? അത് മെയിൻ റോഡിലാണ്, പുല്ലാട് ചാലായ്ക്കര. അപ്പോൾ അവിടെ നോക്കാൻ ആളൊക്കെ ഉണ്ടോ? നമ്മൾ പോവുകയാണ് വൈകിട്ട്. നമ്മൾ ആൾക്കാരെ വെച്ച് പണിയിക്കുകയാണ്. അപ്പോൾ അവിടെ നോട്ടത്തിനാളുണ്ടോ? നോട്ടത്തിനാളില്ല. അച്ചൻകുഞ്ചായൻ തന്നെ പോകേണ്ടി വരും അല്ലേ? മകനും ഉണ്ടല്ലേ? മകനും ഇതോടൊപ്പം തന്നെ. പിന്നെ നമ്മൾ സ്ഥിരം ഒരാളെ വെച്ചിട്ടുണ്ട് കൃഷിക്ക്. നല്ലേ? നിങ്ങൾ രണ്ടും കൂടെയാണ് ഇറങ്ങുന്നത്, അച്ഛനും മകനും കൂടെയാണ് അല്ലേ? അത് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. പിന്നെ അപ്പം കൃഷി അപ്പം വളരെയധികം ലാഭകരമാണ് അല്ലേ? നമുക്ക് വിപണി കണ്ടെത്തിയാൽ അല്ലേ? ഈ ബ്ലാത്താങ്കര ചീര ഗുണവശത്തൊക്കെ കുറിച്ച് അറിയാമല്ലോ അല്ലേ? വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വളരെ ടേസ്റ്റുമാണ്. രാസവളം ഉപയോഗിക്കുന്നില്ല. ഓക്കെ. ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഇപ്പം നല്ല രീതിയിൽ തളർത്ത് കഴിഞ്ഞു. ഇനി അത് കട്ട് ചെയ്താൽ മതി. ഇത് ഏറെ നാളുകൾ വിളവെടുക്കാവുന്ന ഒരു ഇതാണ്, കൃഷിയാണ്.
പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചത്, കൃഷിയെ സംബന്ധിച്ച് പുതിയ തലമുറയോട് അച്ചകുഞ്ചാൻ എന്താണ് പറയാനുള്ളത്? എല്ലാ യുവജനങ്ങളും കൃഷിയിലേക്ക് വരാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. മറ്റ് രീതിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ. മറ്റു രീതികളെന്ന് പറയുമ്പോൾ നമ്മുടെ മദ്യപാനം, ഇതിലേക്ക് താല്പര്യം കാണിച്ചാൽ കുറച്ചൊക്കെ നമുക്ക് അതിൽ നിന്നും വ്യതിയാനം വരുത്താൻ സാധിക്കും. കാരണം ഈ സമകാലീന സാഹചര്യം നമുക്ക് വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ എന്തൊക്കെ കൊലപാതകങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വളരെയധികം മാറ്റം ഉണ്ടാകാൻ സാധിക്കും അല്ലേ? ഓക്കെ, അതാണ് പ്രധാനമായിട്ട് ഈ കൃഷിയെ കൊണ്ട്. മാത്രമല്ല കൃഷി വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. ഉള്ള വസ്തു നമുക്ക് പ്രയോജനപ്പെടുത്തണം. ഓക്കെ, ചെയ്യാവുന്നത് നമ്മൾ ചെയ്യുക. അപ്പോൾ യുവതലമുറയോട് ആയിട്ട് പറയാനുള്ളത് എല്ലാവരും ഫീൽഡിലേക്ക് വരണം, കൃഷിയിലേക്ക് ഇറങ്ങണം അല്ലേ? ഓക്കെ, എന്തായാലും കർഷകന്റെ കടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ നൽകിയതിൽ ഹൃദയം തുറന്ന് നന്ദിയും അതുപോലെ തന്നെ ഈ കൃഷി കണ്ടപ്പോൾ അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളുന്നു. നന്ദി. താങ്ക് യു.